ഹലോ, നമുക്കിന്ന് എഗ്ഷെൽ വെച്ചിട്ട് ഒരു അടിപൊളി പെയിൻറ്റിങ് ചെയ്യാം. അതിനുള്ള ബേസാണ് ഇതായി കാണുന്നത്. നമ്മളിത് ഫ്രെയിം അടക്കം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം കാർഡ്ബോർഡ് പീസസ് ആണ്. ഇനി നമുക്കിതിൻ്റെ ബേസ് കോട്ട് കൊടുക്കുക. ബ്ലാക്കും വൈറ്റും വെച്ചിട്ട് ഒരു ഗ്രേ കളറാക്കി എടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലൈറ്റും ഡാർക്കും ഒക്കെ ആക്കിയിട്ട് നന്നായിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്കിതിൽ വരച്ചു തുടങ്ങാം. ബ്ലാക്ക് കളർ വെച്ചിട്ട് ഒരു ട്രീ ആണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്നും ആർക്കും അങ്ങനെ ചെയ്യാൻ പെയിൻറ്റിംഗ് ഒന്നും അറിയൊന്നും വേണ്ട. ജസ്റ്റ് ഇതുപോലെ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇനി അഥവാ അറിയാത്തവരുണ്ടെങ്കിൽ നമുക്കിതുപോലത്തെ പിക്ചർ എടുത്തിട്ട് നോക്കി വരക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഒരു ട്രീ ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് ഇത്രയും ബ്രാഞ്ചസ് മതിയാവും. ഇനി നമുക്ക് ഈ ട്രീൻ്റെ മുകൾ ഭാഗം ജസ്റ്റ് ഇതുപോലെ പെൻസിൽ വെച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ആ ഔട്ട്ലൈൻ ചെയ്തതിൻ്റെ അകത്ത് കൂടെ ഈ ബ്രഷ് ഫെവിക്കോളിൽ ഡിപ്പ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ലീവ്സ് വരക്കുമല്ലോ പെയിൻറ്റ് വെച്ചിട്ട്, അതുപോലെ ഫെവിക്കോൾ വെച്ചിട്ട് നമുക്കിതുപോലെ വരച്ചെടുക്കാം. അപ്പോൾ ഇത്രയതിന് ശേഷം നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം എടുക്കുക. എഗ്ഷെല്ല് പൊടിച്ചെടുത്താണ്, എഗ്ഷെല്ലിൻ്റെ പൗഡർ. ഈ പൗഡർ നമ്മൾ ഈ കോലമൊക്കെ ഇടുമ്പം ചെയ്യുമല്ലോ, അപ്പോൾ അതുപോലെ ഈ ഗം അപ്ലൈ ചെയ്തതിൻ്റെ മുകളിൽ നമുക്കിതിങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതുപോലെ ആ ട്രീ ഫുള്ളായിട്ട് നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടി കാത്തിരിക്കണം. ഇടയിൽ നമുക്കതൊന്ന് തട്ടിക്കൊടുക്കുകയും വേണം. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഇത് ചെയ്തതുകൊണ്ട് ഞാൻ ഡ്രൈ ആവാനൊന്നും കാത്തു നിന്നിട്ടില്ല. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ റെഡും വൈറ്റും എടുത്തിട്ട് ഒരു പിങ്ക് ഷെയ്ഡാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഡ്രൈ ആയിട്ടില്ലെങ്കിൽ നമ്മൾ ബ്രഷ് വെച്ച് ഇങ്ങനെ വലിച്ചു കൊടുക്കരുത്. അപ്പോൾ നമ്മൾ ഒട്ടിച്ചതൊക്കെ ഇളകിപ്പോവും. അപ്പോൾ ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിതാ ഈ ട്രീ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബ്രാഞ്ചസ് ഒന്ന് നല്ല രീതിയിൽ വരച്ചു കൊടുക്കുക. ആ ലീവ്സിൻ്റെ ഇടയിലേക്കൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കണം. ബ്ലാക്ക് കളർ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരുപാട് പെയിൻറ്റിങ്സ് കണ്ടിട്ടുണ്ടാവും, പിങ്ക് അതുപോലെ പർപ്പിൾ കളറൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എഗ്ഷെൽ യൂസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ലീവ്സിനൊരു എംബോസ്ഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ യൂസ് ചെയ്തത്. അപ്പോൾ ഇതാ നമ്മൾ ബ്രാഞ്ചസൊക്കെ വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു മൂൺ ഇവിടെ വരച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു മൂൺ മാത്രം ഇവിടെ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫ്രെയിമിന് ഞാനൊരു ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്ത് വെച്ചിട്ടൊന്ന് കാണാം. അപ്പോൾ ഇവിടെ ലൈറ്റ് കുറവായതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ പെയിൻറ്റിങ്ങിൻ്റെ ശരിയായ ലുക്ക് എന്ന് പറയുന്നത്. കുറച്ചൊരു ലീവ്സിന് നല്ലൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഗ്ഷെല്ലിൻ്റെ പൊടി യൂസ് ചെയ്തത്. അപ്പോൾ അതെന്തായാലും നല്ല ലുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നല്ല വലിയ ചിലവൊന്നുമില്ല. എഗ്ഷെൽ പൗഡറും കുറച്ച് പെയിൻറ്റും മാത്രം മതി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നാ ലൈക്ക് ബട്ടൺ അമർത്തിയേക്കുക. അതുപോലെ കമൻറ്റ് ചെയ്യുക. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രീവിയസ് വീഡിയോസ് കാണാം. കൂടുതൽ ക്രാഫ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതൽ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാം. താങ്ക്